വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും ഒരു സംഘം കൂടി എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ ആശുപത്രിയിൽ വൈദ്യപരിശോധന ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ എത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷം പിന്നീട് വൈദ്യപരിശോധന നടന്നില്ല. കാരണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. രഘു നേരത്തെ പറഞ്ഞതുപോലെ ഈ എവിടെയെങ്കിലും വാഹനം ഒന്ന് നിർത്തിപ്പോയാൽ പിന്നീട് അവിടുന്ന് ആ വാഹനം എടുത്തു പോരുക എന്ന് പറയുന്നത് ചില്ലറ പണിയായിരുന്നില്ല. വാഹന വ്യൂഹത്തിന് നടുവിൽ, വാഹനങ്ങൾക്ക് നടുവിൽ, പോലീസ് വാഹനങ്ങൾക്ക് നടുവിലെന്നല്ല, വാഹന വ്യൂഹത്തിന് നടുവിലാണ് രാഹുൽ പോകുന്നത് എന്ന് പറയേണ്ടി വരും. പോലീസുകാരുടെ അകമ്പടി എന്ന് പറയുമ്പോൾ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഓരോ വാഹനം കൂടി വരുന്നതാണ് നമ്മൾ കാഴ്ചയിൽ കണ്ടത്. എന്തായാലും അങ്ങനെ എത്തിയ പോലീസ് വാഹനം എന്തായാലും ജയിലിന് മുന്നിലേക്ക് എത്തുമ്പോഴും പ്രതിഷേധമുണ്ടായി. അതിനാൽ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇറക്കിയുള്ള ഒരു വൈദ്യ പരിശോധന എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമായിരുന്നില്ല. അത് മാവേലിക്കര ആശുപത്രിയിലാണെങ്കിലും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ഒരു വട്ടം കൂടി എത്തിച്ചുള്ള വൈദ്യപരിശോധനയൊന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. അതിനാലാണിപ്പോൾ ഡോക്ടർ അടങ്ങുന്ന, നേഴ്സുമാരടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ജയിലിലേക്ക് കടന്നു പോവുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള, കാരണം പോരുന്ന വഴിയിൽ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഈ ജഡ്ജിയുടെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും യുവമോർച്ച പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം രാഹുൽ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയാനാണ് ഇപ്പോൾ ജയിലിലേക്ക് ഈ വൈദ്യപരിശോധനയ്ക്കായുള്ള സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി, വൈദ്യപരിശോധനയ്ക്കായി മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് സംഘം എത്തിയിരിക്കുന്നു. ഡോക്ടർ ഉൾപ്പെട്ട സംഘമാണ് എത്തിയിരിക്കുന്നത്.